ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആയില്ലെങ്കിൽ അഖിൽ സാറിന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ടോപ്പിക്ക് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് ഇന്നും നോക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ ഇന്ന് റിവിഷൻ ചെയ്യാൻ കൂടിയുള്ള ക്ലാസ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇട്ട് തരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഈ അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത്: സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനാണ് മന്ത്രിസഭ. തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെയാണ് പ്രസ്താവനയിൽ ചോദിക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ തീം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആ ഒരു തീമിൽ വരുന്ന ചോദ്യമാണിത്. ഇവിടെ നേരെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് സെൻട്രലാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റേറ്റിന്റെ ആണ്, സംസ്ഥാനങ്ങളുടെ ആണ് ഈ ഒരു ചോദ്യം വന്നേക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം സംസ്ഥാനങ്ങളുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ആണ്. വേറെ ഒരു മാറ്റവും അതിനകത്തില്ല. കഴിഞ്ഞ ഇത് എന്തൊക്കെയാണോ പഠിച്ചത് അത് അങ്ങനെ തന്നെ ഇതിനകത്ത് കോപ്പി പേസ്റ്റ് ആണ്. ഇപ്പൊ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും എല്ലാം ഒന്നും എഴുതാൻ നിൽക്കണ്ട. ഞാൻ തരുമ്പോൾ നോട്ട് ശ്രീരാജിനെ കൊണ്ട് കോപ്പി ചെയ്ത് എല്ലാം അങ്ങനെ തന്നെ എടുത്ത് വെപ്പിച്ചോളാം. നിങ്ങൾ അതിന്റെ സെയിം ആണ് എന്നുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറച്ച് 1-2 പോയിന്റ് മാത്രമേ നമുക്ക് എക്സ്ട്രാ പറയാനായിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേന്ദ്ര മന്ത്രിസഭയിലെ മിനിസ്റ്റേഴ്സ് ആണ് പഠിച്ചെങ്കിൽ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള നിയമസഭയിലെ മന്ത്രിമാര്. അതും കൂടി പഠിച്ചിട്ട് നമ്മൾ ഈ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് നമ്മൾ തീർക്കും. ഓക്കെ, ഇപ്പൊ തുടങ്ങാം. റെഡി അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴ പ്രശ്നമുണ്ടോ? ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ കഴിഞ്ഞ ദിവസം വരെ എറണാകുളത്തൊക്കെ എറണാകുളം തൃശ്ശൂരൊക്കെ ഭയങ്കര മഴയാണ് എന്ന് കേട്ടിരുന്നു. അപ്പൊ എല്ലാവരും ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ചെറിയ ആശ്വാസം. എല്ലാ കൊല്ലവും ഓരോരോ ന്യൂസാണ് നമുക്ക് കേൾക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ ഒരു ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കാന്നൊക്കെ ഒരു പിടുത്തവും കിട്ടാത്ത അവസ്ഥയിലാണ് കേരളത്തിന്റെ പോക്ക്. ഇത്രയും ദുരന്തങ്ങളാണ് 2018 ശേഷം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ക്ലാസ് തുടങ്ങാം. അപ്പൊ ആ ക്വസ്റ്റ്യനിലെ ചോദ്യം തന്നെയാണ് നമ്മുടെ ആദ്യത്തെ സെന്റൻസ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങൾ. അപ്പൊ ഇതാണ് ചോദ്യം. കാര്യനിർവഹണ ചട്ടങ്ങൾ, സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പറയുന്നത് ഏത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അല്ലെങ്കിൽ ആദ്യം നമ്മൾ എഴുതേണ്ട കാര്യമാണ്, നമ്മുടെ ആർട്ടിക്കിൾ 166 പ്രകാരമാണ് സംസ്ഥാനങ്ങളിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് 166 പ്രകാരം നമ്മൾ പഠിക്കേണ്ടത്. 166. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഒരു ചട്ടങ്ങള് ഒരു പേര് പറയുന്നുണ്ട്. ഈ ഒരു ചട്ടങ്ങൾക്ക് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള. റൂൾസ് ഓഫ് ബിസിനസ് എന്നാണ് ഈ ചട്ടങ്ങൾ അറിയപ്പെടുന്നത്. റൂൾസ് ഓഫ് ബിസിനസ് എന്ന് അറിയപ്പെടുന്നത് കാര്യനിർവഹണ വിഭാഗത്തിന്റെ ചട്ടങ്ങളെയാണ്. അത് ആർട്ടിക്കിൾ 166 ആണ്.
ക്ലിയർ ആയല്ലോ? 166 എന്താണെന്നും അതെന്താണ് പറയുന്നതെന്നുള്ളതും അതിന്റെ പേരെന്താണെന്നുള്ളതും ആ 3 കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ്? റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള. റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം, ഈ ഒരു റൂള് പ്രകാരം നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സംസ്ഥാന നിയമസഭ എന്ന് പറയുന്ന കാര്യം, ശരിക്കും അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താ? സെൻട്രലിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം എങ്ങനെയായിരിക്കും? പറ. ആരെ ഹെൽപ്പ് ചെയ്യാൻ? സി എമ്മിനെ ഹെൽപ്പ് ചെയ്യാനോ? അടിക്ക് ഞാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും പറഞ്ഞിട്ട് പറയാണ് സി എമ്മിനെ ഹെൽപ്പ് ചെയ്യാനാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. എയ്ഡ് ആൻഡ് അഡ്വൈസ് കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞ കാര്യം അത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സി എം ഉൾപ്പെടുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ആളുകളെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ചെയ്യാനാണ് എന്ന് പറയുന്നതാണ്. ഈ ചട്ടങ്ങൾ, നിയമങ്ങളും ചട്ടങ്ങളുമാണ് നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ 166 പ്രകാരം. പക്ഷെ നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ട 2 ആർട്ടിക്കിൾ, കഴിഞ്ഞ 2 ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു. സെൻട്രൽ ഗവൺമെന്റിന്റെ 2 ആർട്ടിക്കിൾ പഠിച്ചു. അത് ഏതൊക്കെയായിരുന്നു? 74 75. ഓക്കെ, 74 75. അപ്പോ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഇത് 163 164 ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ പറയുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഗവർണറെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ചെയ്യാനാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 163 ആണ്. ആർട്ടിക്കിൾ 164 പറയുന്നത് ഇവരുടെ മറ്റു കാര്യങ്ങൾ, സാലറി, ടെന്യൂർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 164. ആർട്ടിക്കിൾ 164. അപ്പൊ അത് ഈ പറയുന്ന 74 എത്ര കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 163 കിട്ടുക? എഴുപത്തിനാലിന് 90 കൂട്ടുമ്പോഴാ മിടിക്കാനുള്ള. അതെ, അടുത്ത മിടുക്കൻ. എടാ, രണ്ടിന്റെ അറ്റത്ത് കിടക്കുന്ന സംഖ്യ നോക്കടാ. ഒരെണ്ണം 74, ഒരെണ്ണം 63 അല്ലേ? ഒരെണ്ണം 4, ഒരെണ്ണം 3 ആണെങ്കിൽ എങ്ങനെയാണ് 90 ആഡ് ചെയ്തൊക്കെ അത് കിട്ടുന്നത്? 163 164 ഈ രണ്ടെണ്ണത്തിന്റെ കൂടെ 74 75 ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും കൂടെ നമുക്ക് 89 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് കണക്കിലാണ് ഇതുപോലുള്ള ഒരുപാട് ആർട്ടിക്കിളുകൾ ഈ സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് പോകുന്നത്. എന്താണോ സെൻട്രലിന്റെ അതിൽ നിന്ന് ഈ പറയുന്ന 89 എന്ന് പറഞ്ഞ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ കുറേയേറെ ആർട്ടിക്കിളുകൾ നമുക്ക് സ്റ്റേറ്റിന്റെ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൈം മിനിസ്റ്ററിന്റെ ആർട്ടിക്കിൾ ഏതാ? പ്രൈം മിനിസ്റ്ററെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിള് ഗവർണറുടെ, സോറി, മുഖ്യമന്ത്രിയുടെ ഏതായിരിക്കും? മുഖ്യമന്ത്രിയുടെ ഏതാ അപ്പോ? കണ്ടോ, ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ അതിനകത്ത് 89 എന്ന് പറഞ്ഞ സംഖ്യ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും കുറെ കാര്യങ്ങൾ, ഒരേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നേരെ 89 എടുത്ത് കൂട്ടി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ്
ഞാനിപ്പോ ഈ പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ ഇത് പ്രകാരം നമ്മൾ 164 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ, 163 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ നമ്മൾ നോക്കി. 163 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എന്തായിരുന്നു? ഇവരുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സംസ്ഥാനങ്ങളിൽ ഗവർണറെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ചെയ്യാനാണ് എന്ന് പറയുന്നതാണ് 163. അവരുടെ മറ്റ് പ്രൊവിഷൻസ് പറയുന്നതാണ് 164. അങ്ങനെയെങ്കിൽ 166 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ചട്ടങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ്. ചട്ടങ്ങൾ, ആ ചട്ടങ്ങൾക്ക് ഒരു പേരുണ്ട്, റൂൾസ് ഓഫ് ബിസിനസ്. റൂൾസ് ഓഫ് ബിസിനസ് ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള. റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള. ഈ ചട്ടങ്ങൾ പ്രകാരം നമുക്കൊരു സെക്രട്ടേറിയറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് നമ്മുടെ തിരുവനന്തപുരത്തിരിക്കുന്ന സാധനം, തിരുവനന്തപുരത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ഉണ്ടെന്ന് ഈ ഒരു ചട്ടം പ്രകാരം പറയുന്നുണ്ട്. അപ്പൊ ഈ 166 പ്രകാരം ഈ ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്കാ? നിയമസഭയ്ക്കാണോ? ഗവർണറാണ് കേട്ടോ. ഗവർണറാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ ഗവർണറാണ്. ഓക്കെ. അപ്പോ 166 പ്രകാരം ഈ ചട്ടങ്ങള് ഉള്ളത്, അതിന് പ്രകാരം നമുക്കൊരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ ഈ സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഈ പറയുന്ന മന്ത്രിസഭയെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ക്യാബിനറ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകളില്ലേ, ഈ വകുപ്പുകളെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിനുള്ളത്. ഈ സെക്രട്ടേറിയറ്റില് ഇതിന്റെ ജോലികളെല്ലാം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ പല പല വിഭാഗങ്ങളെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ്, വിഭാഗങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ എന്നൊക്കെ പറയും. ഇതിനെ സെക്രട്ടേറിയറ്റിനെ നമ്മൾ പല പല വകുപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോ സെക്രട്ടേറിയറ്റിലെ പല ഓഡിറ്റ് വിഭാഗമുണ്ട്, ഫിനാൻസ് വിഭാഗമുണ്ട്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഭരണപരിഷ്കാര വിഭാഗമുണ്ട്. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലുണ്ട്. ഓക്കെ. അപ്പൊ ഈ സെക്രട്ടേറിയറ്റില് ഈ പറയുന്ന എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഡ്യൂട്ടി എന്താ, അതൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്റ്റേറ്റ് സിവിൽ സർവീസ് എടുത്ത സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഇവരുടെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റും ഈ ഉദ്യോഗസ്ഥരും ഈ ബ്യൂറോക്രസിയൊക്കെ എന്തിനാണ്? അങ്ങനെ പറയല്ലേ, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ ഒരു നമ്മൾ അങ്ങനെ പറയേ ചെയ്യരുത്. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ളതിലും കുറച്ചും കൂടി അത് കുഴപ്പമില്ല, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനാണ്. പക്ഷെ ആ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതിന് അതിനൊരു പോളിസി ഉണ്ട്, അത് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ട്. ഗവൺമെന്റിന്റെ പ്ലാനുകളും സ്കീമുകളും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ചുമതല. ഓക്കെ. ഗവൺമെന്റിന്റെ തീരുമാനങ്ങളല്ല, പോളിസികളും കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റ് പോളിസികൾ ഉണ്ടാക്കും, നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമുക്ക് ഉള്ള ഡ്യൂട്ടി. നമ്മൾ ആ ഡ്യൂട്ടി ചെയ്യാനാണ് നമ്മൾ ഈ LD എഴുതിയും ബാക്കി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതിയൊക്കെ നമ്മൾ ജോലിക്ക് കയറാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ജനങ്ങളിലേക്ക് ഈ പറയുന്ന ഗവൺമെന്റിന്റെ പോളിസികൾ എത്തിക്കുക എന്നുള്ളതാണ് ബ്യൂറോക്രസിയുടെ ഇത്. അപ്പൊ അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിനെ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തിരിക്കും. ഇതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും തലവനായിട്ടുള്ളത് ആരാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു തലവനുണ്ട്. ആ തലവൻ ആരാണ്? മന്ത്രിയാണോ? മന്ത്രിയല്ല. ഓരോ വകുപ്പിന്റെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും തലവൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ് തലവൻ. അപ്പൊ ഈ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിസ്റ്ററുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മിനിസ്റ്ററുടെ സെക്രട്ടറി ആണോ ഈ പറയുന്ന നമ്മുടെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്? അല്ല, ഒരിക്കലും അല്ല. അത് ഈ പറയുന്ന സെക്രട്ടറി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സെക്രട്ടറിയാണ്.
ഗവൺമെന്റിന്റെ സെക്രട്ടറിയാണ്, ഒരിക്കലും ഒരു മിനിസ്റ്ററുടെ സെക്രട്ടറി അല്ല അയാള്. അപ്പൊ അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ പറയുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിനിസ്റ്ററുടെ സെക്രട്ടറി അല്ല, ഒരു IAS കാരനായിരിക്കും മിക്കവാറും അതിന്റെ തലപ്പത്ത്. അപ്പൊ IAS കാരൻ എന്ന് പറയുന്നത് മിനിസ്റ്ററുടെ ഇതിനകത്ത് മിനിസ്റ്ററുടെ ഒരു സ്റ്റാഫ് അല്ല, പക്ഷെ ഗവൺമെന്റിന്റെ സ്റ്റാഫാണ്. അപ്പൊ അതുകൊണ്ട് മിനിസ്റ്റർക്ക് ഈ പറഞ്ഞ ആളോട് കാര്യങ്ങൾ പറയാം, അത് അയാൾ വഴി നടത്തിയാക്കാം, പക്ഷെ ഒരിക്കലും അത് അയാൾ സ്വന്തം സ്റ്റാഫാണെന്ന് വരുത്തിയിട്ട് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഓരോ വകുപ്പിനും ഓരോ സെക്രട്ടറിമാരുണ്ടാവും. ഈ സെക്രട്ടറിമാർക്ക് എല്ലാവർക്കും കൂടി മെയിൻ ആയിട്ട് ഒരു സെക്രട്ടറി ഉണ്ടാവും. ആ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി. എങ്ങനെയാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സെക്രട്ടറി ഉണ്ടാവും. ആ സെക്രട്ടറി അതിന്റെ മെയിൻ ആയിട്ട് എല്ലാവർക്കും കൂടി കൂട്ടിയിട്ടുള്ള ഒരു സെക്രട്ടറി ഉണ്ടാവും. ആ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി. ഇപ്പൊ നമ്മുടെ നിലവിലത്തെ ചീഫ് സെക്രട്ടറി ആരാ? വേണു. വേണു. ഓക്കെ, ചീഫ് സെക്രട്ടറി വേണു. ഓക്കെ, ശരി. ഇനി നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ പിന്നെയും നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെറുതാക്കിയിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പിന്നെ നമ്മൾ ചെറുതാക്കി അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യൂണിറ്റിലേക്ക് ആക്കി തിരിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റിനെ പറയുന്ന പേരാണ് സെക്ഷൻ. ഓരോ സെക്ഷനും നമ്മളൊരു LD ക്ലർക്ക് ആകുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവുന്ന സമയത്തും ഒക്കെ നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സെക്ഷൻ തരും. ജോലിയിൽ ആദ്യമായിട്ട് കയറുന്ന സമയത്ത് സെക്ഷൻ തരും. അപ്പൊ നമ്മളാണ് ഈ പറയുന്ന സെക്ഷന്റെ എല്ലാം അധികാരി. ഈ സെക്ഷന്റെ അധികാരി നമ്മളായിരിക്കും, LD ആയിട്ട് ആദ്യം കയറുന്ന ആളായിരിക്കും. ഇതിന് മുകളിൽ നിന്ന് കയറി ഇങ്ങനെ നമ്മൾ പ്രൊമോഷനൊക്കെ കിട്ടാന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ അതാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് പ്രൊമോഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഉള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ ഈ പഠിക്കുന്ന കേരള ഭരണത്തിൽ. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ചെറുതാക്കി തിരിച്ചിരിക്കുന്നതാണ്, അടിസ്ഥാനപരമായിട്ട് തിരിച്ചിരിക്കുന്നതാണ് നമ്മുടെ സെക്ഷനുകൾ എന്ന് പറയുന്നത്. ഈ സെക്ഷന്റെ നമുക്ക് കിട്ടുന്നത് LD ക്ലർക്കൊക്കെ ആയിട്ട് കിട്ടുന്നത് സെക്ഷനുകളുടെ അഡ്മിനിസ്ട്രേഷനിലായിരിക്കും. നമ്മൾ ചെയ്തു വിടുന്ന മുകളിലേക്ക് എഴുതി വിടുന്ന ഫയലുകളാണ് മുകളിൽ പോയിട്ട് ഏറ്റവും അവസാന സെക്രട്ടറിയും അതിന്റെ മുകളിൽ ചീഫ് സെക്രട്ടറിയും ഒക്കെ ആയി ഉത്തരവായിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തുന്നത്. നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന വാക്കുകളും വരികളും എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയായിരിക്കും ഗവൺമെന്റിന്റെ ഇത് ഉത്തരവുകൾ പ്രസിദ്ധീകരിച്ചു വരുന്നത്. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ ഗവൺമെന്റിന്റെ ഉത്തരവുകൾ? നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഗവൺമെന്റിന്റെ ഉത്തരവുകൾ? ഉത്തരവുകൾ വായിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ഉത്തരവ് മുകളില് ഈ കേരള സർക്കാർ സംഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഞാനൊരു ഉത്തരവ് കാണിച്ചു തരാം. ഈ ഒരു PDF ജസ്റ്റ് നോക്കുക. ഇതൊരു ഗവൺമെന്റ്, ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. ഇതാണ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു ഉത്തരവാണ്. ഇപ്പൊ ഇത് ഏതാ? 5/8 ഇന്നത്തെ ഒരു ഉത്തരവാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാണ് ഇന്ന് വന്നേക്കുന്നത്, ഇന്നത്തെ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ കളക്ടർമാരുടെ, ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഒക്കെ പോസ്റ്റിങ്ങിന്റെ ഒരു ഉത്തരവാണ് കേട്ടോ. അപ്പൊ അതിനകത്തുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുവെച്ച് അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഒരു ഉത്തരവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാ. നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ ഇതിനകത്ത് ഒരു മിനിറ്റ് നോക്കുക എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കുന്ന ഒരു GO ബാർ എന്ന് പറഞ്ഞിട്ട് RT എന്ന് പറഞ്ഞിട്ട് RT നമ്പർ 1835/2024/RD എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ടോ? അതിനെയാണ് നമ്മൾ ഫയൽ നമ്പർ എന്ന് പറയുന്നത്. ഫയൽ നമ്പർ. ഓക്കെ, ഫയൽ നമ്പർ അതിന്റെ ഇപ്പുറം അതിന്റെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് അത് ഇറക്കിയെന്നുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടിരുന്നാൽ മതി. ഇൻ കേസ് നിങ്ങളുടെ അടുത്ത്
ഈ പറയുന്ന കേരള അഡ്മിനിസ്ട്രേഷനിൽ താഴെ തന്നിരിക്കുന്നതിൽ കേരള ഉത്തരവുകൾക്ക് ബാധകമല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഉത്തരവുകളിൽ ഇല്ലാത്തത് ഏതാണെന്നെങ്ങാനും ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഉത്തരവ് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഫയൽ നമ്പർ ഉണ്ട്, അതിന്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് വകുപ്പാണ് ഇറക്കിയെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അവിടെ റവന്യൂ സി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കണ്ടോ. ഇനി അതിനകത്ത് ആ ഉത്തരവിന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം, അതിനാണ് നമ്മൾ ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന കണ്ടന്റ് മൊത്തം നമ്മളിപ്പോ അതിനകത്ത് ടൈപ്പ് ചെയ്ത് അടിച്ചു. ആ ടൈപ്പ് ചെയ്ത് അടിച്ചിട്ട് ലാസ്റ്റത്തെ പേജിലേക്ക് വന്നേ. ആ ലാസ്റ്റത്തെ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെയാണ് നമ്മളൊരു അഡീഷണൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കണ്ടോ. ആ ലാസ്റ്റ് ബൈ ഓർഡർ ഓഫ് ദ ഗവർണർ. അപ്പോൾ ഈ പറയുന്ന മാതിരി കേരള സർക്കാരിന്റെ ഓർഡറുകളും ഉത്തരവുകളും എല്ലാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഗവർണറുടെ പേരിലാണ് നമ്മൾ ഇറക്കുന്നത്. പക്ഷെ അത് ഇറക്കുന്നത് എപ്പോഴും ഈ പറയുന്ന ഉദ്യോഗസ്ഥരായിരിക്കും. ഗവർണറുടെ പേര് അതിനകത്ത് ഉണ്ടെങ്കിലും ഗവർണർ കാണില്ല. ഇവിടെ അഡീഷണൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അഡീഷണൽ സെക്രട്ടറി ആ ഫയല് കാണില്ല. ആ സാധനം എല്ലാം അപ്രൂവ് ചെയ്ത് വിടും അവര്. ഈ ഫയൽ ഡ്രാഫ്റ്റ് ചിലപ്പോൾ ഈ പറയുന്ന ആളിതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഏറ്റവും ലാസ്റ്റത്തെ പേജിൽ അവിടെ ഫോർവേഡഡ് ബൈ അല്ലെങ്കിൽ ബൈ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടോ. ലാസ്റ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് അവിടെയാണ് അതാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. നമ്മുടെ തൊട്ടുമുള്ള ഈ പറയുന്ന അസിസ്റ്റന്റ് സെക്ഷന്റെ ഓഫീസർ സൈൻ ചെയ്യുന്നതാണ്. ആ സെക്ഷൻ ഓഫീസർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉത്തരവായി. ശരിക്കും നമ്മുടെ ഉത്തരവുകൾ കാര്യങ്ങളൊന്നും ഇവരൊന്നും അല്ല, അവരൊക്കെ അപ്രൂവ് ചെയ്ത് വിടും. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ഇത് ഓക്കെ അടിച്ച് ഉത്തരവാക്കി ഇറക്കുന്നത് ആ ലാസ്റ്റ് സെക്ഷനിൽ നിന്ന് തന്നെയാണ് അത് ഉത്തരവായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഈ ഒരു ഉത്തരവിന്റെ ഫോർമാറ്റ് നിങ്ങൾ ഓർഡർ എങ്ങനെയാണ് ഗവൺമെന്റ് ഓർഡറുകൾ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു തന്ന കാര്യം ഇതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ തിരിച്ച് സെക്ഷനുകളാക്കിയിട്ടുണ്ട്. ഈ സെക്ഷനുകൾ എന്ന് പറയുന്നതാണ് ഒരു ഭരണവിഭാഗത്തിന്റെ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷനുകളാണ്. ഡിപ്പാർട്ട്മെന്റുകളിലെ സെക്ഷനുകളാണ് ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ കാര്യം. ഇനി അതിനകത്ത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ആളുണ്ട്, ചീഫ് സെക്രട്ടറി. ഈ ചീഫ് സെക്രട്ടറിക്ക് കുറച്ച് ചുമതലകളുണ്ട്. നമുക്കതിനകത്ത് ഒരു രണ്ട് പോയിന്റുകൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്ന്, സെക്രട്ടേറിയറ്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ മുഴുവനായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി ആണ്. അതുപോലെ തന്നെ മന്ത്രിയുടെ സ്റ്റാഫുകൾ, മിനിസ്റ്ററുടെ സ്റ്റാഫുകൾക്ക് മേല് ഉത്തരവാദിത്തമുള്ള, അതിനകത്ത് കൺട്രോൾ ഉള്ള ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ചീഫ് സെക്രട്ടറി ആണ്. ഓക്കെ, അപ്പൊ സെക്രട്ടേറിയറ്റിന്റെ അതിന്റെ വിഭാഗങ്ങളുടെ എല്ലാം മൊത്തത്തിലുള്ള കൺട്രോൾ ഉള്ള ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചീഫ് സെക്രട്ടറി ആണ്. ഈ പറയുന്ന കൺട്രോള് മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ, മിനിസ്റ്ററുടെ സ്റ്റാഫിനോട് ഉള്ള, അവർക്ക് മേല് കൺട്രോൾ ഉള്ള ഉദ്യോഗസ്ഥനും ചീഫ് സെക്രട്ടറി ആണ്, വേറെ ആരുമല്ല. ഓക്കെ, ആ രണ്ട് പോയിന്റ് ചീഫ് സെക്രട്ടറിയുടെ ഉണ്ട്, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. നമ്മൾ ആദ്യം ഇട്ട് തന്ന ക്വസ്റ്റ്യൻ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല, നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇടാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്ക്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഇത്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം ഓരോ പ്രസ്താവനയും. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ്. ശരിയാണോ തെറ്റാണോ? ഞാൻ പറയും ചീഫ് സെക്രട്ടറി ആണ്. അപ്പൊ ആ ചോദ്യം ഇങ്ങനെ ഒരാണ്, സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ ചീഫ് സെക്രട്ടറി ആണ്. ചീഫ് സെക്രട്ടറി ആണോ? ചീഫ് സെക്രട്ടറിക്ക് എല്ലാത്തിന്റെയും മുകളിലൊരു കൺട്രോൾ ഉണ്ട്. പക്ഷെ ഓരോ വകുപ്പിന്റെ ചോദിക്കുമ്പോൾ അവിടെ പറയുന്നത് ആരാ?
സെക്രട്ടറി. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറി ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രസ്താവന ഒന്നുകൂടെ നോക്കാം. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, അതല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 163 ആർട്ടിക്കിൾ 74. ഇത് രണ്ടും ഗവർണറുടെ ആണെങ്കിൽ 163, പ്രസിഡന്റിന്റെ ആണെങ്കിൽ 74. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ പ്രസ്താവന, തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. അപ്പൊ അവിടെ ഏതാ വരണ്ടേ? ആ ചോദ്യം തെറ്റാന്ന് പറഞ്ഞു നമ്മള്. അവിടെ ഏതാ വരണ്ടേ? ചീഫ് സെക്രട്ടറി. കണ്ടോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോ അത് കിട്ടിയാണ്ടോ? അവിടെ വരേണ്ടത് ചീഫ് സെക്രട്ടറി ആണ്, മന്ത്രിയുടെ ചുമതലയല്ല, ചീഫ് സെക്രട്ടറി ആണ്. ഇനി ലാസ്റ്റത്തെ ആണെങ്കിലോ, സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ട്രൂ, ശരിയായിട്ടുള്ള കാര്യമല്ലേ? അതെ. അപ്പൊ അവിടെ നമുക്ക് ആ 3 ഉത്തരം കളഞ്ഞു കഴിഞ്ഞാൽ, 3 എന്ന് പറഞ്ഞ പ്രസ്താവന തെറ്റാണെങ്കിൽ ബാക്കി നമുക്ക് ഏത് പ്രസ്താവന, അവിടെ ഏത് ഓപ്ഷനാ വരിക? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സെൻട്രലിൽ പഠിച്ചിട്ടുണ്ടോ അതിനെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവരുടെ കാര്യങ്ങളിൽ പറയാനായിട്ട്. അവിടെ എന്തൊക്കെ പ്രസിഡന്റ് ഉണ്ടോ ഇവിടെ എല്ലാം ഗവർണർ ആയിരിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവിടെയുള്ള അവർക്കുള്ള എല്ലാ ഫംഗ്ഷനും എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് ഇവിടെയും ഇവർക്കും ഇവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും ഉണ്ട്. അവിടെ വോട്ട് ചെയ്യാൻ പാടില്ലാത്തവർക്ക് ഇവിടെയും വോട്ട് ചെയ്യാൻ പറ്റില്ല. ഏത് ഹൗസിലാണോ അവർ അംഗത്വം ഉള്ളത് അത് അവിടെ തന്നെയാണ് ഈ ഹൗസിലും. ആ ഹൗസിൽ മാത്രമേ പോയി വോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അവിടെ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അത് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ നോട്ട് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലിലും എഴുതാൻ പറ്റും, സ്റ്റേറ്റും എഴുതാൻ പറ്റും. സ്റ്റേറ്റിനകത്ത് ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നോക്കുക 166 അതിനെ പറയുന്നത് റൂൾസ് ഓഫ് ബിസിനസ് എന്നാണ്. സെക്രട്ടേറിയറ്റ് ഉണ്ട്, സെക്രട്ടേറിയറ്റിന് ക്യാബിനറ്റിനെ അസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ സെക്രട്ടേറിയറ്റിന്റെ ചുമതല. ഓരോ വകുപ്പിനൊരു തലവനുണ്ട്, ആ തലവന്റെ പേര് സെക്രട്ടറി എന്നാണ്. മിനിസ്റ്ററുടെ സെക്രട്ടറി അല്ല, ഗവൺമെന്റിന്റെ സെക്രട്ടറി ആണ്. ഈ വകുപ്പുകൾ സെക്രട്ടേറിയറ്റിനെ നമ്മൾ ഓരോ വകുപ്പുകളാക്കിയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഈ വകുപ്പുകൾക്കൊക്കെ ഓരോ സെക്ഷൻസ് ഉണ്ട്. ഈ സെക്ഷൻസിനെയാണ് നമ്മൾ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ എല്ലാ സെക്രട്ടറിമാർക്കും മുകളിൽ ഒരു ചീഫ് സെക്രട്ടറി ഉണ്ടാവും. ആ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിനെ മുഴുവൻ സൂപ്രണ്ടായിട്ട് ഉള്ള അല്ലെങ്കിൽ അതിനുള്ള കൺട്രോൾ ഉള്ള ഒരാളായിരിക്കും ഈ പറയുന്ന ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. മിനിസ്റ്ററുടെ സ്റ്റാഫിനോടും കൺട്രോൾ ഉള്ള ഉദ്യോഗസ്ഥനായിരിക്കും ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ മൂന്നാമത്തെ പ്രസ്താവന ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അവിടെ ചീഫ് സെക്രട്ടറി ആണ് ഉത്തരം വരിക എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ബാക്കി നമ്മുടെ സെൻട്രൽ കൗൺസിലിൽ എന്തൊക്കെ പഠിച്ചോ അത് അങ്ങനെ തന്നെ ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. ശ്രീരാജ് ശ്രദ്ധിക്കുക. ശ്രീരാജ് ഉണ്ടല്ലോ? ഹലോ, ശ്രീരാജ് ഇല്ലേ? പോയോ? ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ച ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടേക്ക് ഈ നോട്ടിലും ആഡ് ചെയ്യണം. അതൊരു ടാസ്ക് ആണ്. അങ്ങനെ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അവിടെ എന്താ മാറ്റം വരുത്തുന്നത് നോക്കിയിട്ട് അതെല്ലാം സംസ്ഥാനങ്ങളിലേക്ക് ആക്കിയിട്ട് മാറ്റണം. നാളെ നോട്ട് ഇത്തിരി വൈകിന്ന് വെച്ചിട്ടും കുഴപ്പമില്ല, കാരണം അതും കൂടി ആഡ് ചെയ്തെടുക്കാനുണ്ടാവും. അപ്പോൾ ചെയ്തു തീർത്തിട്ട് ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ നോട്ട് വേണമെന്ന് ഇല്ല, അത് വൈകി കൊടുത്താലും നാളത്തെ കാര്യം ഓക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മന്ത്രിസഭ, കേരളത്തിന്റെ മന്ത്രിസഭ കൂടി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തീരും. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഗവൺമെന്റ് ഓർഡർ നിങ്ങൾ കണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റ് ഓർഡറിലുള്ളതെന്നുള്ള ഒരു ഏകദേശം ഒരു കാര്യം മനസ്സിലായല്ലോ. ആ ഫോർമാറ്റ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഫയൽ നമ്പർ, ഡേറ്റ്, ഓർഡർ, ഏറ്റവും ലാസ്റ്റ് ഉത്തരവ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഉപ്പ്.
ഓക്കെ, ഇപ്പൊ എഴുതിയത് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോ. ഒന്ന് വായിച്ചു നോക്കിക്കേ നോട്ട്. നിങ്ങളുടെ കയ്യിൽ ലെക്ചർ നോട്ട് ഇല്ലേ? ലെക്ചർ നോട്ട് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കേ. നമ്മളിവിടെ ക്ലാസ്സിൽ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഓർമ്മയിൽ കയറ്റി പോവുക. പിന്നെ ഈ സാധനം എടുത്ത് വായിച്ച് ഇത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ നോട്ട് ഇതൊന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യം വരില്ല. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. ഈ ശ്രീരാജിന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കിയേ. അവന് ജോലിയുണ്ട്, അവൻ ജോലിയുടെ ഇടയിൽ ഇരുന്നിട്ടാ പഠിക്കുന്നത്. വേറെ അവന് സമയം കിട്ടാറില്ല. കാരണം ഞാൻ തന്നെ അവന് ഇഷ്ടം പോലെ പണി കൊടുക്കുന്നുണ്ട്. അവന് പ്രസ്സിൽ പോയി അവിടത്തെ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മുടെ വർക്ക് വന്നിരുന്ന് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന് കണക്കും ഇംഗ്ലീഷും ഒന്നും വർക്കൗട്ട് ചെയ്ത് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അവൻ ഈ കമ്പ്യൂട്ടറിലാണ് എഴുതി പഠിക്കുന്നത് മൊത്തം. എന്നിട്ടും അവൻ ഈ കുറെ പരീക്ഷകൾ അവൻ പോയി എഴുതി പാസ്സാവുന്നുണ്ട്. അപ്പൊ അവന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരാളല്ലേ. ഈ ക്ലാസ് കേട്ടിട്ട് മാത്രമാണ് അവൻ ഈ പറഞ്ഞ പരീക്ഷകളൊക്കെ പോയി എഴുതുന്നത്. എന്നിട്ട് അവന് അത് ക്ലിയർ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പിന്നെ എന്ത് ചെയ്തിട്ടാണ്? നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഈ പറയുന്നത്? ആ മാത്സ് അവന് ചെയ്ത് പഠിക്കാൻ സമയമില്ല. അതും കൂടി അവന്റെ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ മാത്സ് ഇംഗ്ലീഷും ഇത് രണ്ടും അവൻ മലയാളത്തിൽ ടൈപ്പിംഗ് വരുന്നതുകൊണ്ട് അവൻ ഇംഗ്ലീഷ് ഇല്ല അധികം. അപ്പൊ ഈ രണ്ട് സബ്ജക്റ്റിൽ അവന് ഇത്തിരി വീക്കാ. അതൊന്നും അവൻ റെഡിയാക്കി കഴിഞ്ഞാൽ അവൻ ആദ്യത്തെ റാങ്കുകളിൽ കയറി പോകും. അതിനുള്ള സമയം അവന് കിട്ടണില്ല. അതാണ് അവന്റെ ഒരു പ്രശ്നം. ഈ ക്ലാസ്സുകൾ മാത്രമേ ഇങ്ങനെ കേട്ട് അതിരുന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെയുള്ള പലരിലേക്കായി നമ്മള് ഉത്തരങ്ങളൊക്കെ പറയുന്ന സമയത്തും അതിന്റെ ഇത് വരുന്നുണ്ടല്ലേ, എല്ലാ ക്ലാസ്സിലും കയറുവാണ്. ഇപ്പൊ LGSന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ കയറും, LPയുടെ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ കയറും, ഈ പറയുന്ന LDCയിൽ ഞാൻ എടുക്കുന്ന ക്ലാസ് ഉണ്ടെങ്കിൽ ഇവിടെ വരും. എല്ലായിടത്തും അവന് ക്ലാസ് ഉണ്ട്. അപ്പൊ ഈ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ കേട്ട് കേട്ട് ഇത്രേ അറിവായി. ഞാൻ മാത്സ് ഇംഗ്ലീഷ് മലയാളം അതും കൂടി അവനൊന്ന് റെഡിയാക്കി എടുത്ത് അവൻ LD സുഖമായിട്ട് അവന് ക്ലിയർ ആയി പോകും. അതല്ലെങ്കിൽ അടുത്ത പരീക്ഷകൾ വരുമ്പോൾ അവൻ തന്നെ അത് ശ്രദ്ധിക്കണം. അവൻ ഒരു ദിവസം കുറച്ച് സമയം മാറ്റി വെച്ച് കണക്ക് ചെയ്യാനും ഇംഗ്ലീഷ് ചെയ്യാനും മാത്സ് ചെയ്യാനും കൂടി അവൻ സമയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവൻ കയറും, ഉറപ്പായിട്ടും കയറും. ഇപ്രാവശ്യം നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ പഠിച്ചു പോവുക, കേട്ടിരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അത് ഒരാവശ്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറന്നു പോവാത്ത രീതിയിൽ നമുക്കത് റീകളക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിലും വലിയ റിവിഷനും കാര്യങ്ങളും ഇതൊന്നും വേറെ ഇല്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം അല്ലെങ്കിൽ അടുത്തൊരു കാര്യം ഈ പറയുന്ന സംസ്ഥാന നിയമസഭയിൽ നിന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ മന്ത്രിമാരെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഈ പോലീസ് കോൺസ്റ്റബിള് ഇപ്പൊ ശ്രീരാജ് പറഞ്ഞിട്ടില്ലേ, ശ്രീരാജിന് ഒരുപാട് പ്രാവശ്യം ഈ പറയുന്ന ഫോഴ്സിന്റെ പരീക്ഷകളൊക്കെ കിട്ടുന്നുണ്ട്. ഇവൻ പോയി ഫിസിക്കലും കാര്യങ്ങളും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഇവന് കിട്ടുമെന്ന് ഇതേവരെ ഉറപ്പില്ല. ഇവൻ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് അവനത് കിട്ടുന്നില്ല. എല്ലാവരും ചത്ത് കിടന്ന് പഠിക്കുക. ശ്രീരാജ് എത്ര പ്രാവശ്യം പോയി ഫിസിക്കല് പാസ്സാവാതെ റിട്ടേൺ പാസ്സാവുന്നത്. അപ്പൊ അത് പറയുന്ന ക്ലാസ്സിൽ കേൾക്കുന്ന നിങ്ങളോട് ലൈവ് വരാൻ വേണ്ടിയിട്ട് ഞാനിരുന്ന് ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ആ കേൾക്കുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവും. ഇത്ര നാൾ കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ അന്ന് ലൈവായിട്ട് ആക്റ്റീവായിട്ട് ഇരുന്നത് നമുക്ക് കിട്ടും. അതിന്റെ എല്ലാം നിങ്ങളിപ്പോ ഈ ലൈവായിട്ടുള്ളവര് അത് മിക്ക കുട്ടികളും സ്ഥിരമായിട്ട് കയറുന്നതാണ്. എനിക്കറിയാം, സ്ഥിരമായിട്ട് കയറി റെക്കോർഡ് കേൾക്കാതെ സ്ഥിരമായിട്ട് നിങ്ങളുടെ സമയം 9 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും എത്തുന്നതാ. ഇപ്പൊ ബിജോ ആണെങ്കിലും രാം, ദൃശ്യ, പാർവതി, അങ്ങനെ കുറെ കുട്ടികളുണ്ട്. പേരെടുത്ത് എല്ലാവരും പറയുന്നില്ല. ഇവര് കുറെ പേര് ഇപ്പൊ 117 പേര് ഓൺലൈനിൽ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കേൾക്കാൻ കയറിയിരിക്കുന്ന ഒരു 60-70 പേരുണ്ടാവുള്ളൂ. അപ്പൊ ഇവരെല്ലാവരും
സ്ഥിരമായിട്ട് അവരുടെ സമയം മാറ്റി വെച്ചിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ എത്തിയിരിക്കും. അപ്പൊ ആ എത്തുന്നതിന്റെ ലൈവ് കേൾക്കുന്നതിന്റെ ഉപകാരം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. ഓക്കെ, അതിന് ഞാൻ താപ്ഷി ഇല്ലാന്ന് പറഞ്ഞില്ല. ഞാൻ പേരെല്ലാവരുടെ അടുത്ത് പറയാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ. പ്രശ്നം ഉണ്ടാക്കല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തിലെ മന്ത്രിമാരുടെ കാര്യമാണ്. നമുക്കൊരു 20 മന്ത്രിമാരുടെ കാര്യം പഠിക്കാനുണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നില്ല, പേര് കേട്ടിരിക്കുന്നത് മൊത്തം കാണപ്പാടം ഇങ്ങനെ പഠിച്ചിട്ട് വേണമൊക്കെ ചടങ്ങാണ്. എനിക്ക് ഇഷ്ടമല്ല, അത് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നിവൃത്തിയില്ല, അതാണ് കാര്യം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ മൊത്തം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. മുഖ്യമന്ത്രി ആരാ? അതെല്ലാവർക്കും കിട്ടും. മുഖ്യമന്ത്രിയുടെ പേര് എല്ലാവർക്കും അറിയാം, പിണറായി വിജയൻ. എല്ലാവർക്കും അറിയുന്നത് നമുക്ക് ആദ്യം നോക്കാം. സ്ഥിരമായിട്ട് പേപ്പറിലും വാർത്തയിലും ഒക്കെ ഉള്ള ആളുകളെ നമുക്ക് എല്ലാവർക്കും കിട്ടും. പിണറായി വിജയനെ നമുക്ക് എല്ലാവർക്കും കിട്ടും. നമ്മുടെ ചീഫ് മിനിസ്റ്റർ അഥവാ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. രണ്ടാമത്തെ ആള് ഞാനിപ്പോ ഉത്തരവിട്ട റവന്യൂവിന്റെ മിനിസ്റ്റർ. അദ്ദേഹത്തിന് നമ്മളെല്ലാവരും അറിയും, കാരണം നല്ലൊരു മിനിസ്റ്ററാണ്. ഒരുപാട് പരിഷ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു മിനിസ്റ്ററാണ് നമ്മുടെ രണ്ടാമത്തെ ആള് റവന്യൂ മിനിസ്റ്റർ കെ രാജൻ. റവന്യൂ മിനിസ്റ്റർ കേട്ടോ, കെ രാജൻ. ഞാൻ ഇതിന്റെ മണ്ഡലങ്ങൾ നിങ്ങൾ എന്തായാലും ഞാൻ പഠിപ്പിക്കില്ല. അത് പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ചോദ്യം വന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് പോവാണെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് അത് പഠിപ്പിക്കാനായിട്ട് താല്പര്യമില്ല. മണ്ഡലം നിങ്ങൾ പഠിക്കും, നിങ്ങൾ ആ മിനിസ്റ്ററും ആ വകുപ്പും അത് തന്നെ പഠിക്കുന്നത് തന്നെ ഭയങ്കര ഇതാണ്. ഓക്കെ, അടുത്തൊരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. മൂന്നാമത്തെ മന്ത്രി ഗണേഷ് കുമാറിനെ നമ്മൾ എല്ലാവരും അറിയും. ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പണി കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള മിനിസ്റ്ററാണ് ഗണേഷ് കുമാർ. പരിഷ്കാരങ്ങളോട് പരിഷ്കാരമാണ്. ചിലതൊക്കെ നല്ലതിന്, ചിലതൊക്കെ ആവശ്യമില്ലാത്ത പരിഷ്കാരങ്ങൾ, അങ്ങനെയൊക്കെ പറയാം. എന്നാലും പുള്ളി ശ്രമിക്കുന്നുണ്ട്, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനൊക്കെ പുള്ളി ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചിട്ട് തോറ്റു പോകുന്നതിന് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഇത്രയും ആൾക്കാരെ നമ്മൾ കേൾക്കുന്നില്ലേ. ബാക്കി ഒന്നും ചെയ്യാതിരിക്കുന്നവരെ കൈ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവര് കേൾക്കുന്നത്, അവരുടെ പേരും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. എം.ഐ.ടി ഒക്കെ എടുത്ത് കളഞ്ഞ്, എം.ഐ.ടി ഒക്കെ ഓട്ടോ, ഇപ്പൊ ബൈക്ക് വേണം, വണ്ടിയിൽ ഇട്ടെടുക്കാനായിട്ട് ബൈക്കൊക്കെ വേണം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആള്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആള് ആരാണ്? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ അഥവാ ധനകാര്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലഗോപാൽ, ബാലഗോപാൽ കെ എൻ ബാലഗോപാല്. അടുത്ത ആള് പറയുമ്പോൾ ചിരി വരുന്ന ഒരാളാണ് ഉന്നത വിദ്യാഭ്യാസം. ചിരിക്കാൻ പാടില്ല കേട്ടോ, എന്റെ മന്ത്രിയാണ്. whenever I whenever I go, I always carry my home in my head. പുള്ളിയുടെ ഇംഗ്ലീഷ് പ്രൊഫസർ എന്തോ ആണ്, എനിക്ക് ചിരിക്കാൻ പാടില്ല. എന്റെ മിനിസ്റ്ററാണ്. ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു. അടുത്ത ആളെ നമുക്ക് പെട്ടെന്ന് അറിയാവുന്നതാണ് എം ബി രാജേഷ്.
എക്സൈസ് അല്ല. എം പി രാജേഷ് പാർലമെന്ററി അഫയേഴ്സും ഉണ്ട്, LSGD ഉണ്ട്. നമ്മുടെ LSGD പരീക്ഷ ഉണ്ട്, അപ്പൊ അതങ്ങനെ ഓർത്തിരുന്നാൽ മതി. എം പി രാജേഷ്, LSGD, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണം. പാർലമെന്ററി അഫയേഴ്സും സൈറ്റിൽ നോക്കിയപ്പോ ഞാൻ എക്സൈസ് കണ്ടില്ല. അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും. ഓക്കെ, അപ്പൊ എക്സൈസും കൂടി ചേർത്തോ. LSGDയും പാർലമെന്ററിയും എക്സൈസും. ഓക്കെ, MP രാജേഷ്. അടുത്ത ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മരുമോൻ മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസ് പൊതുമരാമത്തും ഉണ്ട്, ടൂറിസവും ഉണ്ട്. പൊതുമരാമത്തും ടൂറിസവും, പബ്ലിക് വർക്സും ടൂറിസവും. ടൂറിസവും പൊതുമരാമത്തും. മുഹമ്മദ് റിയാസ്. ഓക്കെ, മുഹമ്മദ് റിയാസ്, പൊതുമരാമത്തും ടൂറിസവും. ഇത് രണ്ടുമാണ് മുഹമ്മദ് റിയാസ്. ഈ പറയുന്ന കാര്യം നമുക്ക് പലപ്പോഴും പുള്ളി ഇങ്ങനെ കേരളത്തിനെ ടൂറിസ്റ്റ് ഇതാക്കും അതാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും കാണാം. ഈ പബ്ലിക് വർക്ക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും പുള്ളിനെ കാണാം. അപ്പൊ അത് നമ്മൾ പേപ്പറിലൊക്കെ എപ്പോഴും കാണുന്ന, ന്യൂസിലൊക്കെ എപ്പോഴും കാണുന്നതുകൊണ്ട് നമുക്ക് കിട്ടും. പൊതുമരാമത്തും ടൂറിസവും ആണ് മുഹമ്മദ് റിയാസ്. അടുത്ത ആള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. OR കേളു. OR കേളു. ഈ മന്ത്രിമാരിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ചോദ്യസാധ്യത ഉള്ള ഒരു മിനിസ്റ്റർ ആണ് OR കേളു. OR കേളു. പുള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതെന്തായിരുന്നു? ന്യൂലി അപ്പോയിന്റഡ് ആണ്, പക്ഷെ പുള്ളി വേറൊരു കാര്യം കൂടി പുള്ളിയുടെ അതിനകത്ത് ഉണ്ടായില്ലേ? ST വിഭാഗത്തിൽ നിന്നുള്ള മിനിസ്റ്റർ, ഫസ്റ്റ് മിനിസ്റ്റർ. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, OR കേളു. SC ST OBC അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ മന്ത്രിയാണ് OR കേളു. OR കേളു. OR കേളു. ഓക്കെ, ആ പേരാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ പരീക്ഷയിൽ വരാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ആളാണ് ഈ പറയുന്ന OR കേളു. അയാൾ മണ്ഡലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനന്തവാടി. ആ ഒരു കാര്യം മാത്രം മണ്ഡലം നോക്കി വെക്കുക, മാനന്തവാടി. കാരണം ഫസ്റ്റത്തെ ഇത്. ഇനി അടുത്ത ആള് വിദ്യാഭ്യാസവും തൊഴിലും. എന്തോരം പഠിച്ചിട്ട് നമുക്കൊന്നും ജോലി കിട്ടുന്നില്ല എന്ന് ഓർക്കുക. പുള്ളി ആരാ കാരണക്കാരൻ? നമ്മുടെ ശിവേട്ടൻ. നമുക്ക് ജോലി തന്നില്ല. എന്തോരം പഠിച്ചിട്ട് നമുക്ക് ജോലി തന്നില്ല. വിദ്യാഭ്യാസവും തൊഴിലും, ശിവൻകുട്ടി. പുള്ളിക്ക് കിട്ടിയേക്കുന്നത് ഫസ്റ്റ് വകുപ്പാണ്, വിദ്യാഭ്യാസമാണ് പുള്ളിക്ക് കിട്ടിയേക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ്. ശിവൻകുട്ടി. വിദ്യാഭ്യാസവും തൊഴിലും, ശിവൻകുട്ടി. ഇനി അറിയാവുന്നത്, ഏറ്റവും എളുപ്പത്തിൽ അറിയാവുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി. വീണ ജോർജ്. ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു തീപിടുത്തം ഉണ്ടായി. പുള്ളിക്കാരി ഗൾഫിലേക്കൊക്കെ പോകാനായിട്ട് നോക്കിയ വാർത്ത കേട്ടിട്ടുണ്ടാവുന്നല്ലോ. അങ്ങോട്ട് കയറ്റി വിട്ടില്ല.
പക്ഷെ അത് കഴിഞ്ഞിട്ട് എത്ര ദുരന്തം വേറെ നടന്നു? അപ്പോ പ്രയോറിറ്റി മാറ്റേഴ്സ്. അപ്പൊ അത് എപ്പോഴും ന്യൂസിലുള്ള മിനിസ്റ്ററാണ്. അപ്പൊ ഒരാൾ കൂടി ഉണ്ട്, ഒരു കുന്തവും കുടച്ചക്രവും. അത് നിങ്ങൾ മറന്നു പോകാനായിട്ട് ചാൻസ് ഇല്ല. നമുക്ക് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല ശരിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യുന്നത്. കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ കാര്യം ആ പുള്ളിയാണ് നമ്മുടെ യൂത്ത് മിനിസ്റ്റർ, യൂത്ത് കൾച്ചറൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെ ആ പുള്ളിയാണ്. കുന്തം കുടച്ചക്രം സജി ചെറിയൻ. സജി ചെറിയൻ. ഭരണഘടനാ വിരുദ്ധ പ്രസ്താവന ഇറക്കിയിട്ട് അതിന്റെ റെക്കോർഡും ക്ലിയർ ഓഡിയോ ഉണ്ടായിരുന്നിട്ടും യാതൊരു കൂസലും ഇല്ലാതെ മന്ത്രിയായ വ്യക്തി. നിങ്ങൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഈ തമാശക്ക് പറയുന്നുണ്ട്, ഞാൻ വേറെ പാർട്ടിയാണെന്ന് ആരും വിചാരിക്കേണ്ട, സ്വന്തം പാർട്ടി തന്നെയാണ് കേട്ടാ. അതുകൊണ്ടാണ് എത്ര കോൺഫിഡൻസിൽ ഇരുന്ന് ഈ പറയുന്നത്. വേറൊരു പാർട്ടിയുടെ ഇതാണെങ്കിൽ ഞാൻ വേറൊരു BJP-യുടെ ആൾക്കാരെ പറയില്ല, കോൺഗ്രസിന്റെ ആൾക്കാരെ പറയില്ല. നമ്മുടെ പാർട്ടിയിലാണ്, നമ്മുടെ പാർട്ടിയിൽ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. സ്വന്തം ധൈര്യമായിട്ട് പറയും. എന്നിട്ട് എന്നാലും ഒരു ലിമിറ്റ് വേണം, കൂടുതലായി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഈ പറഞ്ഞ മിനിസ്റ്റേഴ്സ് നമ്മൾ എപ്പോഴും ന്യൂസിൽ കാണുന്ന മിനിസ്റ്റേഴ്സാ. അവരൊന്ന് റീകളക്ട് ചെയ്യാൻ നോക്കിയേ. എപ്പോഴും ന്യൂസിൽ കാണുന്ന മിനിസ്റ്റേഴ്സ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ നമ്മൾ കാണും. കെ രാജൻ റവന്യൂ, നല്ലൊരു മിനിസ്റ്ററാണ് കെ രാജൻ. റവന്യൂവിന്റെ കാര്യങ്ങളും സർട്ടിഫിക്കറ്റുകളുടെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ തീരുമാനം ഉണ്ടാക്കി അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഒരു മിനിസ്റ്ററാണ് കെ രാജൻ, റവന്യൂ ആണ്. അടുത്തത് ഗണേഷ് കുമാർ, ഗതാഗതം സംവിധാനം. അത് പലർക്കും പണി കിട്ടി, പലർക്കും പണി കൊടുത്ത് അങ്ങനത്തെ ഒക്കെ രീതിയിൽ പോകുന്ന ഗണേഷ് കുമാർ ഗതാഗതം. കിട്ടിയും വരവും പോക്കും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഗണേഷ് കുമാർ ഗതാഗതം. ബാലഗോപാല് ഫിനാൻസ്. ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസം ബിന്ദു. MP രാജേഷ്, നമുക്കറിയാം LSTD പാർലമെന്ററി എക്സൈസ് MP രാജേഷ്. മുഹമ്മദ് റിയാസ് പൊതുമരാമത്തും ടൂറിസവും MP രാജേഷ്. OR കേളു, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി OR കേളു. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ PSC പരീക്ഷയുടെ സെൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി OR കേളു. ശിവൻകുട്ടി വിദ്യാഭ്യാസം തൊഴിലും. വീണ ജോർജ് ആരോഗ്യം. സജി ചെറിയാൻ യൂത്ത് ഫിഷറീസ് കൾച്ചർ. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴെപ്പോഴും കേൾക്കാറില്ലാത്തവരും അല്ലെങ്കിൽ അങ്ങനെ ബാക്കിയുള്ളവരെ നമുക്കൊന്ന് ജസ്റ്റ് അവരുടെ കാര്യങ്ങൾ നോക്കാം. ഞാൻ പറയാം, വകുപ്പ് പറയാം, നിങ്ങൾ ആളുടെ പേര് പറയാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ജലവിഭവം, വാട്ടർ റിസോഴ്സ്. ജലവിഭവം അഥവാ വാട്ടർ റിസോഴ്സ്. റോഷ്നിയാ? ആരാടാ റോഷ്നി? റോഷി അഗസ്റ്റിൻ. ഇടി കിടക്കുന്നു. ഞാൻ വെച്ചു നീ മാണി ഗ്രൂപ്പിൽ നിന്നാണ് ഇട്ടത്, ഞാൻ മെയിൻ ഗ്രൂപ്പിലാന്ന് വെച്ചിട്ട് ഇപ്പൊ ഇന്റൻസിന്റെ മെയിൻ ഗ്രൂപ്പ് പോയി നോക്കിയാണ്. റോഷി അഗസ്റ്റിൻ. ജലവിഭവം റോഷി അഗസ്റ്റിൻ. ഇനി അടുത്തത് കൃഷ്ണൻകുട്ടി. ഏത് വകുപ്പാണ്?
വൈദ്യുതി മന്ത്രി. വൈദ്യുതി മന്ത്രി. നമ്മുടെ തിളക്കം സിനിമയിലെ ഒരു ഡയലോഗില്ലേ, രാത്രി മറ്റേ ദിലീപിന്റെ അടുത്ത് ഹരിശ്രേഷവൻ ചോദിക്കുന്ന, രാത്രി എടാ നീ എന്തൊക്കെ ചെയ്യൂടാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രാത്രി ലൈറ്റ് അണച്ചിട്ട് കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ചത് മറ്റേതല്ലേ, ആ കൃഷ്ണൻകുട്ടി. ഓർത്തിരിക്കുക, വൈദ്യുതി. കൃഷ്ണൻകുട്ടി വൈദ്യുതി. മറന്നു പോരുത്, വൈദ്യുതി മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി കേട്ടോ, കൃഷ്ണൻകുട്ടി. ഹരിശ്രേഷവനെ ഓർക്കാം. അടുത്തത് AK ശശീന്ദ്രൻ. അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, ബയോളജി ആ ഭാഗത്തുനിന്ന് ചോദിക്കാനായിട്ട് ഈ മൻസുഖ് മാണ്ഡവ്യനെ എപ്പോഴും ചോദിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ കേരളത്തിലെ മന്ത്രിനെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക, AK ശശീന്ദ്രൻ. AK ശശീന്ദ്രൻ. വനം വന്യജീവി. വനം വന്യജീവി മിനിസ്റ്റർ ആണ് AK ശശീന്ദ്രൻ. AK ശശീന്ദ്രൻ, വനം വന്യജീവി. AK എന്ന് പറഞ്ഞാൽ അരിക്കൊമ്പൻ, അങ്ങനെ ഓർത്തോ. AK അരിക്കൊമ്പൻ ശശീന്ദ്രൻ, വനം വന്യജീവി. AK ശശീന്ദ്രൻ. അടുത്തത് മ്യൂസിയം ആർക്കൈവ്സ് രജിസ്ട്രേഷൻ. മ്യൂസിയം, പുരാവസ്തു. അപ്പൊ ഈ പുരാവസ്തുക്കളൊക്കെ നമുക്ക് വല്ല പള്ളിയിൽ വെച്ചിട്ടാന്ന് വെക്കുക കണക്ട് ചെയ്യാം. ഒരു പള്ളി ഒരു മ്യൂസിയം ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ. കടന്നപ്പള്ളി രാമചന്ദ്രൻ കേട്ടോ. കടന്നപ്പള്ളി ഒരു മ്യൂസിയം, രജിസ്ട്രേഷനും ആർക്കിയോളജി ഇതൊക്കെ വരുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ. കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഓക്കെ, കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇനി സ്പോർട്സും റെയിൽവേയും, കായികവും റെയിൽവേയും. അബ്ദുറഹിമാൻ. അബ്ദുറഹിമാൻ സ്പോർട്സും റെയിൽവേയും ഹജ്ജിന് പോകുന്ന, അതുകൊണ്ട് ഹജ്ജും ഉണ്ട് പുള്ളിയുടെ. അബ്ദുറഹിമാൻ മുസ്ലിമൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാ കൊടുത്തേക്കുന്നത്. വഖഫ് ബോർഡ് ഉണ്ട്, ഹജ്ജിന്റെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സ്പോർട്സിന്റെ റെയിൽവേയുടെ ഓർക്കുക കേട്ടോ. സ്പോർട്സും റെയിൽവേയും അബ്ദുറഹിമാനാണ് കൊടുത്തേക്കുന്നത്. അബ്ദുറഹിമാൻ. ഇനി ഭക്ഷ്യവും പൊതുവിതരണമാണെങ്കിൽ GR അനിൽ. ഭക്ഷ്യവും പൊതുവിതരണവും ആണെങ്കിൽ GR അനിൽ. GR അനിൽ. റേഷൻ കട അനിലേട്ടൻ. റേഷൻ കട അനിലേട്ടൻ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് ആദ്യമായിട്ട് ജോലി കിട്ടിയ സമയത്ത് ഈ പറയുന്ന പൊതുവിതരണ വകുപ്പിലാണ് ജോലി കിട്ടിയത്. അപ്പൊ എന്നോട് ചോദിച്ച കാര്യമാണ്, എന്റെ ജോലി റേഷൻ കടയിൽ അരി എടുത്ത് കൊടുക്കാൻ നിൽക്കണതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വകുപ്പല്ല, റേഷൻ കട വേറെയാണ്. അപ്പോ അതങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. റേഷൻ കട അനിലേട്ടൻ. ഭക്ഷ്യം പൊതുവിതരണം ആണെങ്കിൽ GR അനിൽ. അനിൽ ചേട്ടൻ എന്താ ഭക്ഷ്യം പൊതുവിതരണം, റേഷൻ കട. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു മന്ത്രിയാണ് മൃഗപരിപാലനം. നമ്മൾ പൂച്ചക്കൊക്കെ ഇടുന്ന പേരില്ലേ, ചിഞ്ചു എന്നൊക്കെ പറഞ്ഞിട്ട്.
ഇവിടെ വാ ചിഞ്ചു എന്ന് പറഞ്ഞൊരു പൂച്ചനെ വിളിക്കൂലേ? അപ്പൊ മൃഗപരിപാലനം നമ്മുടെ പെറ്റാണെന്ന് ഓർക്കാം. പൂച്ച, മൃഗപരിപാലനം, ചിഞ്ചുറാണി. അപ്പൊ മൃഗങ്ങളായിട്ട് അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, മൃഗപരിപാലനം ഇതൊക്കെ വരുന്നത് ചിഞ്ചുറാണിക്കാണ്. അപ്പോ നമ്മൾ ആ പൂച്ച കുഞ്ഞിന്റെ പേരാന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഇനി പോർട്ടും ദേവസ്വവും സഹകരണം. പോർട്ട്, ദേവസ്വം, സഹകരണം. വി എൻ വാസവൻ. പോർട്ട്, ദേവസ്വം, സഹകരണം. പോർട്ട്, ദേവസ്വം, സഹകരണം. ഓക്കെ, പോർട്ട്, ദേവസ്വം, സഹകരണം. ലാസ്റ്റത്തെ ആളാണ് കൃഷി മിനിസ്റ്റർ, നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ പി പ്രസാദ്. പി പ്രസാദ്. പി പ്രസാദ്. നമ്മുടെ എല്ലാ മിനിസ്റ്റേഴ്സിനെയും നമ്മൾ പറഞ്ഞു. നമുക്ക് ഇനി ഓർമ്മയിൽ കിട്ടുന്നുണ്ടോ ഇത്രയും പേരെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ഇതിൽ നിന്ന് ഇടയ്ക്ക് അറിയില്ലാത്ത അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്ക് ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടുന്നതിൽ നമ്മൾ പഠിക്കാത്ത ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ എലിമിനേറ്റ് ചെയ്ത് കളയുക, എന്നിട്ട് ഉത്തരം എഴുതുക. ഞാൻ കോഡ് ഉണ്ടാക്കിയിട്ടില്ല, അപ്പൊ അത് എന്തെങ്കിലും ജസ്റ്റ് നോക്കുക. സഹകരണം, പോർട്ട്, ദേവസ്വം. കോൺസ്റ്റിറ്റ്യുവൻസി നിങ്ങൾ അത് PSC യുടെ മൂഡ് അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളാന്നേ. ഇവരൊക്കെ എവിടെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുക. അത് എന്നാ നിങ്ങൾ ബാക്കിത്തെല്ലാം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം അത് പഠിച്ചു കഴിഞ്ഞാൽ മതി. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? പി രാജീവ് കൂടി ഉണ്ട് അല്ലെ? പി രാജീവ് നിയമവും വ്യവസായം. ശരിയാ, വിട്ടുപോയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ലോയും. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് 21 പേര് വരും അല്ലെ? 21. ശരിയാ, അപ്പൊ 21 പേരും ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ച കൂടുതലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ആദ്യം നമുക്ക് അറിയുന്നവരെ ജസ്റ്റ് ഒന്ന് നോക്കാം. യൂത്ത് കൾച്ചർ ഫിഷറീസ്, ഇതാരായിരുന്നു? യൂത്ത് കൾച്ചർ ഫിഷറീസ്. അപ്പൊ അതാണ് നമ്മുടെ കുന്തവും കുടച്ചക്രവും. സജി ചെറിയൻ. ആരോഗ്യം ആരായിരുന്നു? വീണ ജോർജ് ആരോഗ്യം. ശിവൻകുട്ടിയുടെ വകുപ്പ് ഏതായിരുന്നു? എഡ്യൂക്കേഷനും തൊഴിലും. LSGD എക്സൈസും പാർലമെന്ററി കാര്യങ്ങളും, ഇതാരാണ്?
എം പി രാജേഷ്. എം പി രാജേഷ്. ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ. ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ. വനം വന്യജീവി അരിക്കൊമ്പൻ. AK ശശീന്ദ്രൻ. AK. ഓക്കെ, വനം വന്യജീവി. കൃഷ്ണൻകുട്ടി ഏതായിരുന്നു? ഇലക്ട്രിസിറ്റി. ഇനി ഉന്നത വിദ്യാഭ്യാസമുള്ള ആള്, ആ ഉന്നത വിദ്യാഭ്യാസം എവിടെ എടുത്ത് വെച്ചേക്കുന്നത്? തലയിൽ എടുത്ത് വെച്ചിട്ട് കിടക്കണ ആരാ? ആർ ബിന്ദു. നമ്മുടെ ആർ ബിന്ദു. ചിഞ്ചുറാണിയുടെ ഏതാ? മൃഗസംരക്ഷണം, മൃഗപരിപാലനം, അനിമൽ ഹസ്ബൻഡറി, ഇതൊക്കെ വരുന്നത് മൃഗങ്ങളായിട്ടുള്ളതാണ്. നമ്മുടെ കുഞ്ഞു പൂച്ച ചിഞ്ചുറാണി. ഓക്കെ, ഇനി ഇത്രയും വകുപ്പുകൾ നമ്മൾ പഠിച്ചില്ലേ? ഇത്രയും ഇപ്പൊ നമ്മൾ റവന്യൂ നോക്കി, ജലവിഭവം കണ്ടു, നമ്മൾ റോഷി അഗസ്റ്റിന്റെ കാര്യം പറഞ്ഞു, വൈദ്യുതി നമ്മളിപ്പോ പറഞ്ഞു കേട്ടണേല് വൈദ്യുതി വന്നിട്ടുണ്ട്, വനം വന്യജീവിയും നമ്മളിപ്പോ പഠിച്ചതിലുണ്ട്, മ്യൂസിയം രജിസ്ട്രേഷൻ ആർക്കൈവ്സ് ഇത് വന്നിട്ടുണ്ട്, ഗണേഷ് കുമാറിന്റെ ഗതാഗതം വന്നിട്ടുണ്ട്, സ്പോർട്സ്, റെയിൽവേ, ഹജ്ജ്, പിന്നെ വഖഫ് ബോർഡ്, ഇത് ആ മുസ്ലിംസിന്റെ ഇതിനകത്ത് വരുന്ന അബ്ദുറഹിമാൻ. സ്പോർട്സ്, റെയിൽവേ, പിന്നെ ഹജ്ജും വഖഫ് ബോർഡും അബ്ദുറഹിമാൻ, ഭക്ഷ്യവും പൊതുവിതരണം GR അനില്, ഫിനാൻസ് ബാലഗോപാല്, ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു, മൃഗ പരിപാലനം അഥവാ അനിമൽ ഹസ്ബൻഡറി വരുന്നത് ചിഞ്ചുറാണി, LSGDയും പാർലമെന്ററിയും എക്സൈസും ഇവർ വരുന്നത് MB രാജേഷ് ആണ്, പൊതുമരാമത്തും ടൂറിസം വരുന്നത് മുഹമ്മദ് റിയാസ്, കൃഷി മിനിസ്റ്റർ വന്നിരിക്കുന്നത് P പ്രസാദ്, SC ST OBCയുടെ ന്യൂനപക്ഷം ഇത് വരുന്നത് OR കേളു, വിദ്യാഭ്യാസ തൊഴിലുള്ളത് ശിവൻകുട്ടി, സഹകരണം പോർട്ടും ദേവസ്വം വരുന്നത് വാസവൻ, ആരോഗ്യം വീണ ജോർജ്, ഫിഷറീസും യൂത്തും കൾച്ചറും സജി ചെറിയാൻ. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ പേര് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ഇതിനകത്ത് ഇതാരാണ് ഈ മേഖല നോക്കുന്നതെന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഓപ്ഷനിൽ പിണറായി വിജയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിക്കോ. ഇത്രയും കാര്യങ്ങളിൽ നോക്കിയിട്ട് മെയിൻ ആയിട്ട് ഈ വകുപ്പുകളല്ലാതെ ഇതിന്റെ അപ്പുറത്തുനിന്നുള്ള ഏതെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് PSC ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി മാത്രമല്ല, അയാൾ വേറെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ വരും. അപ്പോ അത് പിണറായി വിജയനാണെന്ന് ഉള്ള ഒരു കാര്യം കൂടി നോക്കുക. നമ്മളിപ്പോ ഇത്രയും കേട്ടേണേന്ന് പുറമേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത എന്തെങ്കിലും ഈ മിസ്ലേനിയസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കണത് പിണറായി വിജയനായിരിക്കും. ഓക്കെ, IT ആണ് അന്ന് ചോദിച്ചത്. അന്ന് ഒരു പ്രാവശ്യം PSC ചോദിച്ചത് IT ആരാണ്. അന്ന് IT ഒന്നും ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആർക്കും കിട്ടാത്ത, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ നോക്കാത്ത ഇതിൽ നിന്നുള്ളത് പിണറായി വിജയന് കൊടുത്തേക്കുക. 90% അത് ആയിരിക്കുള്ളൂ, അങ്ങനെ തന്നെ വരുള്ളൂ. 90 അല്ല 99% അങ്ങനെ തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ മന്ത്രിസഭ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇവന്മാരുടെ വകുപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് വിട്ടേക്ക്. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ബാക്കി ചോദിച്ചേക്കുവാണെങ്കിൽ വിട്ടേക്ക്. ഓക്കെ, നാളെ ഓർഗനൈസേഷൻ അഖിൽ സാറിന്റെ ക്ലാസ് ഇനി എന്റെ ക്ലാസ് വരുന്നത് ഇനി വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച എന്റെ ക്ലാസ്. LSGD ഉള്ളവർക്ക് ഞാൻ മെയിൻ ചാനലിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, 2 ക്ലാസ്. എനിക്ക് എന്റെ സമയം പോലെ ഞാൻ എടുക്കുള്ളൂ. ഞാൻ അവർക്ക് എല്ലാ ദിവസവും എടുക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുന്നൊന്നുമില്ല. എന്റെ ഫ്രീ അനുസരിച്ചിട്ട് മാത്രമേ ഞാൻ അത് എടുക്കുള്ളൂ. അപ്പൊ കോഴ്സ് കംപ്ലീഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് ഗ്യാരണ്ടി ഇല്ല. നമുക്കത് നോക്കേണ്ട കാര്യമില്ല. അറിയാവുന്ന നമ്മൾ എന്റെ സമയത്തിനനുസരിച്ചിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുക. കാരണം ആ വിഷയങ്ങൾ മൊത്തം എനിക്ക് നല്ല രസമായിട്ടുള്ള ഇതാ. അപ്പൊ കുറെ കുട്ടികൾ വന്ന് ചോദിച്ചു ക്ലാസ് എടുത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അത് കൊണ്ടാണ് എടുത്തു കൊടുക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ബാച്ചുകളും കാര്യങ്ങളും ഒക്കെ.
അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാതെ അവിടെ പോയി ക്ലാസ് എടുക്കുന്നു എന്നുള്ളതൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്കിടെ ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങളുടെ സഹായങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.